എത്യോപ്യയിലെ ഹൈലി ഗുബി എന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നു. വെറുതെ ഒരു പൊട്ടിത്തെറിയല്ല, ഏകദേശം 12,000 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു ഉണർത്തെഴുന്നേൽപ്പാണ് ഈ വോൾക്കാനോയുടെ. മാത്രമല്ല, എത്യോപ്യയിൽ നിന്നും ഉയർന്നു വന്ന ടൺ കണക്കിന് ചാരവും പുകയുമൊക്കെ കാറ്റിലൂടെ സഞ്ചരിച്ച് അറബിക്കടൽ കടന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തലക്കുമുകളിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലും മുംബൈയിലുമൊക്കെ പല അന്താരാഷ്ട്ര വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചി വിമാനത്താവളത്തിൽ പോലും വിമാനം റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. യാത്രക്കാർ വലഞ്ഞു. ഇന്ത്യയിൽ ഇവിടെ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ആഫ്രിക്കൻ വൻകരയിലെ എത്യോപ്യയിലാണ് ഈ വോൾക്കാനോ ഇറപ്ഷൻ സംഭവിച്ചത്. എത്യോപ്യയിൽ നടന്ന ഒരു പ്രകൃതി പ്രതിഭാസം പക്ഷേ നമ്മുടെ ആകാശത്തെ വരെ ബാധിച്ചിരിക്കുന്നു എന്നതാണ് കൗതുകം. അതിലേറെ ഗൗരവപരമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. എത്യോപ്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള അഫാർ എന്ന മേഖലയിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഹൈലി ഗുബി എന്നാണ് ഇതിൻ്റെ പേര്. ഭൂമിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരിടമാണ് ഈ ഏരിയ. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് അല്ലെങ്കിൽ കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അസാധാരണമൊന്നുമല്ല. പക്ഷേ ഹൈലി ഗുബിയുടെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. കഴിഞ്ഞ 12,000 വർഷങ്ങളായി ഇതൊരു ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഡോർമൻ്റായ ഒരു വോൾക്കാനോ ആയിരുന്നു, അഗ്നിപർവ്വതമായിരുന്നു. ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്ഫോടനങ്ങൾ ഇതിനുണ്ടായിരുന്നില്ല. മനുഷ്യ സംസ്കാരങ്ങൾ ഉദയം ചെയ്യുന്നതിന് മുമ്പേ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ഈ ഭീമൻ പെട്ടെന്ന് ഈ ഞായറാഴ്ച ഉണരുകയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ശബ്ദത്തോടെയായിരുന്നു സ്ഫോടനം ഉണ്ടായത്. ഒരു ബോംബ് പൊട്ടിയതുപോലെ എന്നൊക്കെയാണ് പ്രദേശവാസികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കിലോമീറ്ററുകൾ ഉയരങ്ങളിലേക്ക്, ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വരെ ഉയരങ്ങളിലേക്ക് പുകയും ചാരവും ഉയരാൻ തുടങ്ങി. എത്യോപ്യയിൽ ഉണ്ടായ ഈ പ്രകൃതി പ്രതിഭാസം, ഇതിൻ്റെ പുക എങ്ങനെ ഇന്ത്യയിലെത്തുന്നു, അതും 4000 കിലോമീറ്റർ കടന്ന് ഇന്ത്യയുടെ ആകാശത്ത് എങ്ങനെ എത്തി എന്നതാണ്. ഇവിടെയാണ് ജെറ്റ് സ്ട്രീമുകൾ എന്നൊരു പ്രതിഭാസം കടന്നു വരുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ, അതായത് വിമാനങ്ങളൊക്കെ പറക്കുന്ന അത്ര ഉയരത്തിൽ ശക്തമായി വീശുന്ന കാറ്റുകളാണിവ. ഹൈലി ഗുബിയിൽ നിന്നും ഉയർന്നു വന്ന ചാരം അന്തരീക്ഷത്തിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക്, മുകൾ തട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈ ശക്തമായ കാറ്റ് അതിനെ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോവുകയാണ്. ഈ ചാരം ആദ്യം ചെങ്കടൽ കടന്നു, പിന്നീട് യമൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് അറബിക്കടലിലെത്തി. അവിടെ നിന്നും ഗുജറാത്ത്, രാജസ്ഥാൻ വഴി അത് ഉത്തരേന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മുകളിലൂടെയാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം, അഗ്നിപർവ്വത ചാരം, വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വിറക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം പോലെയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത് വെറും കാർബണല്ല, അതൊരു തരം റോക്ക് പൗഡറാണ്. അതിൽ സിലിക്ക, ഗ്ലാസ് തരികൾ, കല്ലിൻ്റെ സൂക്ഷ്മരൂപങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങളുണ്ട്. വളരെ മൂർച്ചയുള്ള, കടുപ്പമേറിയ, സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ചെറിയ ഗ്ലാസ് കഷ്ണങ്ങൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതിനൊപ്പം വൻതോതിൽ സൾഫർ ഡയോക്സൈഡ്, ഈ വാതകവും ഈ മേഘത്തിൽ ഉണ്ടാകും. ഇതാണ് ആകാശത്തിനൊരു പ്രത്യേക നിറം നൽകുന്നത്. സൂര്യപ്രകാശത്തെ ഇത് തടഞ്ഞ് ചിലപ്പോൾ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത വിമാനങ്ങൾ റദ്ദാക്കി എന്നതാണ്. എയർ ഏഷ്യ അടക്കമുള്ള പല വിമാന കമ്പനികളും സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിമാനങ്ങൾക്ക് ഈ സമയത്ത് ഈ ചാരത്തിലൂടെ പറക്കാൻ കഴിയാത്തത്? അത് വെറും കാഴ്ച മങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല, വിമാനത്തിൻ്റെ എഞ്ചിനെ തകർക്കാൻ വരെ ശേഷിയുള്ള ഒന്നാണ് ഈ വാതകം. ഈ ചാരത്തിൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കയാണ്, ഗ്ലാസ് തരികളെപ്പോലെയുള്ള. ഒരു ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് അന്തരീക്ഷത്തിലെ വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അതിനെ ചൂടാക്കി കത്തിച്ചുകൊണ്ടാണ്. ഒരു വിമാനം ഈ ചാരമേഘങ്ങളിലൂടെ പറക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് തരികൾ എഞ്ചിനിലേക്കെത്തും. ജെറ്റ് എഞ്ചിനുള്ളിലെ താപനില വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ചാരത്തിലെ ഗ്ലാസ് തരികൾ മെൽറ്റ് ചെയ്ത് ഉരുകിയ ഈ ഗ്ലാസ് എഞ്ചിൻ്റെ ടർബൈൻ ബ്ലേഡുകളിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അത് തണുക്കുന്ന സമയത്ത് അത് കട്ടിയായി വായു സഞ്ചാരം തടയാനും സാഹചര്യം ഉണ്ടാകും. ഇത് എൻജിൻ ഫെയിലിയറുകൾ വരെ സംഭവിക്കാൻ കാരണമാകും. ചരിത്രത്തിൽ ഇതിന് ഉദാഹരണങ്ങളുണ്ട്. 1982 ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു വിമാനം ഇന്തോനേഷ്യയിൽ വെച്ച് ഇതുപോലൊരു ചാരമേഘത്തിലകപ്പെട്ട സമയത്ത് 4 എഞ്ചിനുകളും ഒരേ സമയം നിന്നുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പൈലറ്റുമാർക്കും എയർലൈനുകൾക്കും
കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. 0 ടോളറൻസ് ആണ്. ചാരത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ വഴി വിമാനം പറത്താനേ അനുവദിക്കില്ല. അതാണിപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിനും രാജസ്ഥാനും മുകളിലുള്ള ആകാശം സുരക്ഷിതമല്ലാത്തതുകൊണ്ട് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കുകയോ ചെയ്തിരിക്കുന്നു. ആശ്വാസകരമായ ഒരു കാര്യം, ഈ ചാരമേഘം സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസവായുവിനെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ല. ഡൽഹിയിൽ വായു മലിനീകരണം ഇപ്പോൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതിന് പക്ഷേ ഈ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട പ്രകൃതി പ്രതിഭാസം കാരണമൊന്നുമല്ല. ചില കാര്യങ്ങൾ എന്നാലും ശ്രദ്ധിക്കേണ്ടത്, ഈ മേഘത്തിൽ സൾഫർ ഡയോക്സൈഡ് കൂടുതലായി ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുകയാണെങ്കിൽ അത് അമ്ലമഴയാകാനുള്ള നേരിയ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ കൃഷിയെ, ജലാശയങ്ങളെ ബാധിച്ചേക്കാം. പക്ഷേ നിലവിൽ അങ്ങനെ മഴയ്ക്കുള്ള സാധ്യതകളൊന്നും പ്രവചിക്കപ്പെട്ടിട്ടില്ല. ആകാശം ചിലപ്പോൾ കലങ്ങിയതുപോലെ കാണപ്പെടും. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രകാരം ഇന്ന് വൈകുന്നേരത്തോടെ ഈ മേഘം ഇന്ത്യയുടെ ആകാശം വിട്ട് ചൈനയിലേക്ക് നീങ്ങുമെന്നാണ്. അതുകൊണ്ട് ഇനി വലിയ ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല. ആഫ്രിക്കയിലെ ഒരു വിള്ളലിൽ നിന്ന് വന്ന പുക മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയിലെ ഗതാഗതത്തെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറുന്നു. നമ്മുടെ അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയുന്നു. നമ്മൾ എത്രയൊക്കെ അതിരുകൾ തിരിച്ച് രാജ്യങ്ങളായി ജീവിച്ചാലും പ്രകൃതിക്ക് അതിരുകളില്ല എന്ന സത്യം വീണ്ടും എത്യോപ്യയിലെ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തോടുകൂടി ലോകം വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.